صلى على محمد صلى الله عليه وسلم صلى على محمد صلى الله عليه وسلم صلى على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട പൊന്നുമോളെ, പെങ്ങളെ, ഏത് ദീനിന്റെ കാര്യം ചോദിച്ചാൽ ഒരുപാട് കൊടുക്കുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിലിരുന്ന് സ്വർഗ്ഗത്തിൽ പോകേണ്ടവളല്ലേ? ആരാ ഫാത്തിമ? ആരാ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യന് കടന്നു വരികയാണ്. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, എനിക്കെന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ ബീവി നിന്ന് കരയുകയോ? അവിടുന്ന് പറയുന്നു, നബിയേ, കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ഈ വീടിനകത്തില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥയാണ്. ലോകത്തിന്റെ നേതാവ് പറയുന്നു, മനുഷ്യ, എന്റെ പൊന്നുമോള് ഫാത്തിമാന്റെ വീട്ടിലേക്ക് പോകുക. ആ മനുഷ്യൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞു. ഫാത്തിമ ബീവി വീടിന്റെ വെളിയിൽ വന്ന് നോക്കുമ്പോ അവിടുന്ന് പറയുന്നു, ഫാത്തിമ, എന്തെങ്കിലും ഒന്ന് കഴിക്കാത്ത ഫാത്തിമ, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം പോലുമില്ല ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട പ്രായമുള്ള മനുഷ്യർ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിനകത്തേക്ക് കടന്നു പോവുകയാണ്. പടച്ചവരെ, വീട് മുഴുവനും തിരഞ്ഞു നോക്കി, കൊടുക്കാനുള്ള ഭക്ഷണമില്ല, കൊടുക്കാനുള്ള പൈസയില്ല. അവസാനം ഒരു തുണിയെങ്കിലും കൊടുക്കാൻ, ഒരു വസ്ത്രമെങ്കിലും കൊടുക്കാൻ ഫാത്തിമ ബീവി വീട് മുഴുവനും തെരഞ്ഞു നോക്കി, കൊടുക്കാനൊന്നുമില്ലോ. ആ സമയത്ത് നോക്കുമ്പോ തന്റെ രണ്ട് മക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, ഒരു പുതപ്പ് തറയിൽ വിരിച്ചിരിക്കുകയാണ്. ഒരു സൈഡ് തറയിൽ വിരിച്ചിരിക്കുന്നു, മറു സൈഡ് മുകളിലിട്ടിരിക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് മക്കളെ എടുത്ത് താഴെ കിടത്തിയിട്ട് പുതപ്പെടുത്ത് മടക്കിയിട്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ ആ മനുഷ്യനത് വാങ്ങിയിട്ട് അവിടുന്ന് പറയുന്നു, ഫാത്തിമ, പുതപ്പല്ല വേണ്ടത്, പുതപ്പല്ല വേണ്ടത്. ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി ഫാത്തിമ കാരക്കയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്റെ ശരീരം തളരുന്നു മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിരിക്കുന്നത് പോലാണ് ഫാത്തിമ നിന്റെ കണ്ണിരിക്കുന്നത്. നീ ചിരിച്ചാ നിന്റെ ഉപ്പ ചിരിക്കുന്നത് പോലെയാണ് ഫാത്തിമ. നീ നടന്നു വരുന്നത് കണ്ടാ റസൂലുള്ള വരുന്നത് പോലെയാണ് ഫാത്തിമ. എന്തെങ്കിലും താമോളെ. റസൂലുള്ളാഹിന്റെ പിന്നമോളുടെ വീടിന്റെ മുന്നിൽ കിടന്ന മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിനകത്ത് കയറി ചെന്നിട്ട് തിരയുകയാണ്. പടച്ചവരെ, കൊടുക്കാനൊന്നുമില്ല. അവസാനമുണ്ടല്ലോ വീടിനകത്ത് കിടന്ന് കരയുന്നു, അല്ലാഹ്, വിശക്കുന്ന വയറോട് വീടിന്റെ വെളിയിൽ ഒരു പാവപ്പെട്ടവൻ വന്ന് കൈനീട്ടിയപ്പോ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. ഫാത്തിമ ബീവി വീടിനകത്തിരുന്ന് കരയുവോ പെട്ടെന്ന് എന്തോ ഓർമ്മ വരികയാ. ചാടി എഴുന്നേൽക്കുകയാണ്. തുണി വച്ചിരിക്കുന്ന സ്ഥലത്ത് കടന്നു ചെന്നിട്ട് തുണിയെല്ലാം പറക്കി മാറ്റുകയാണ്. അടിയിലൊരു ചെറിയ പെട്ടിയിരുന്നു മോളെ. ആ പെട്ടിയെടുക്കുമ്പോഴേ ഫാത്തിമ കരയുകയോ?
പടച്ചവരെ, ആ പെട്ടിയങ്ങ് തുറക്കുമ്പോ അതിനകത്തൊരു ചെറിയ മാലയോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് കരയുകയാ. കരയുന്ന ശബ്ദമുണ്ടല്ലോ, വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യൻ കേൾക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ കണ്ണീര് തുടച്ചു കളഞ്ഞിട്ട് ആ മാല കൊണ്ടുവന്ന് പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെന്ന് പറയുകയാണ്, അവിടെന്ന് പറയുന്ന മനുഷ്യ, ഇതുകൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കഴിക്കാ പറയുമ്പോ വളരെ സന്തോഷത്തോടെ യാ ഹദ്റത്തു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോൾ സ്വർഗത്തിന്റെ റാണിയാ നബിയേ. അവിടുന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ പൊന്നുമോൾ എനിക്ക് പുതപ്പ് തന്നു, എനിക്ക് മാല തന്നു നബിയേ. പക്ഷേ ഈ മാല തരുമ്പോ ഫാത്തിമ വല്ലാതെ കരഞ്ഞു നബിയേ. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങയുടെ പൊന്നുമോള് പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് കേൾക്കേണ്ട താമസമുണ്ടല്ലോ, ചാടി എഴുന്നേൽക്കുകയാ. മനുഷ്യ, എന്റെ പൊന്നുമോള് തന്ന മാലയൊന്ന് കാണിക്കുവോ? ആ മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന മാല കാണിക്കുമ്പോ പ്രവാചകന്റെ താടിരോമം നനയുന്ന രീതിയിൽ ലോകത്തിന്റെ നേതാവ് കരയുമ്പോ അവിടുന്ന് ചോദിച്ചു നബിയോട്, തന്റെ സഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാ കരയുന്നത്? യാ സഹാബാ, അതെന്റെ ഖദീജയുടെ മാലയാ. എന്റെ ഖദീജാനെ ഓർമ്മ വന്നപ്പോ കരഞ്ഞതാണെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എന്റെ പൊന്നുമോളെങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാകും, എന്റെ ഫാത്തിമ എത്ര കരഞ്ഞിട്ടുണ്ടാകും. ഏത് മാലയെന്നറിയുവോ പെങ്ങള്, ഏത് മാലയെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല, കോടികൾ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഖദീജ അവസാന സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പൊന്നുമോട് ഫാത്തിമാനടുത്തേക്ക് വിളിക്കുകയാ. തന്റെ പൊന്നുമോള് ഫാത്തിമാനടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരാൻ ഉമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് ഫാത്തിമ. എന്റെ കയ്യിലൊന്നുമില്ല മോള്, എല്ലാ പാപങ്ങൾക്ക് കൊടുത്തു മോളെ, എല്ലാ ദീനിനു വേണ്ടി കൊടുത്തു മോളെ. ഉമ്മാനെ വെറുക്കല്ലേ, ഉമ്മാനെ വെറുക്കല്ലേ. ഫാത്തിമ എന്ന ചെറിയ മകളെ അടുത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല തന്റെ കഴുത്തിൽ കിടന്ന ഒരു ചെറിയ മാലയെടുത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, മോളെ, എന്റെ പൊന്നുമോൾക്കെന്നെ ഓർമ്മ വരുമ്പോ, എന്റെ പൊന്നുമോൾക്കെന്നെ ഓർമ്മ വരുമ്പോ ഫാത്തിമ ഇതെടുത്ത് വെച്ചൊന്ന് ചുംബിച്ചാ മതി ഫാത്തിമ. ഇതുമ്മ തരുന്ന സമ്മാനവാ. അല്ലാഹുവിന്റെ കയ്യിലേക്ക് ഉമ്മ മരിക്കുന്ന സമയത്തെടുത്തു കൊടുത്ത മാലയാണ്. എത്രയോ ദിവസം അലിയാര് തങ്ങള് പട്ടിണി കിടന്ന് മാലയെടുത്തില്ല. എത്രയോ ദിവസം തന്റെ മക്കള് പട്ടിണി കിടന്നു. എന്റെ പ്രിയപ്പെട്ട പാല് കൊടുക്കുന്ന പെണ്ണ്, പാല് കൊടുത്ത ഉമ്മമാരുണ്ടല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് പള്ളിക്കകത്തിരുന്ന പ്രസംഗം നടത്തുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ വീടിനകത്ത് മക്കൾ രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. പ്രവാചകർ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു. പിന്നെയും ഇരുന്ന് കരയുകയാണ്. അവസാനം ദേഷ്യത്തോടെ റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി തന്റെ പൊന്നുപോലുള്ള വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തലകുനിച്ചിരുന്ന് കരയുകയാണ്.
തലകുരിച്ചിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ, എന്തേ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? എന്തേ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ, എന്റെ മക്കൾക്ക് എന്റെ മാറിടമെടുത്ത് പാല് കുടിക്കാ വായിൽ വെച്ച് കൊടുത്തപ്പോ അവര് കുടിച്ചിട്ട് പാല് വരാതെ അവൻ എന്റെ മാറിടത്തിൽ കടിച്ചിട്ട്